അതൊരു ഓർഗനൈസേഷൻ അല്ല, അതൊരു മെമ്പർഷിപ്പ് എടുക്കേണ്ട തരത്തിലൊന്നും അല്ല. നമ്മൾ എന്നാ കൂടുന്നത്, കൂടുമ്പോൾ വരുന്നവരാണ് അന്നത്തെ മെമ്പേഴ്സ്. അപ്പൊ സാർ പറഞ്ഞാൽ നല്ല ഐഡിയ, പക്ഷെ അത് കാര്യം ഇനിഷ്യേറ്റീവ് എടുക്കുക. അപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന പലരെയും കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 4ാമത്തെ മീറ്റാണെങ്കിലും അതിന്റെ രസകരമായ കാര്യം വന്നവർക്ക് വരാതിരിക്കാൻ തോന്നിയിട്ടില്ല. അസൗകര്യം കൊണ്ട് മാത്രമാണ് വരാതിരിക്കുന്നത്. എന്നാൽ പുതുതായിട്ട് നമുക്ക് എപ്പോഴും ഓരോ മീറ്റിനും ഒരു 2 പേരെങ്കിലും 3 പേരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഞാൻ അല്ല വെട്ടതി ഇവിടെ ഇരിക്കുന്നല്ല വെട്ടതില്ല. മാത്തുപൊട്ടിയപ്പോഴേ സർവീസ് ഉണ്ട്. റിട്ടയർ ചെയ്തവരെ മാത്രം വിളിച്ചു കഴിഞ്ഞാല് നിങ്ങൾ മാത്രം കൂടിയിട്ട് അടുത്ത റിട്ടയർ ചെയ്യേണ്ട ആൾക്കാർ അറിയില്ല ഇതിനെ കുറിച്ച്. അതല്ല നമുക്ക് പേടി എന്ന് വെച്ചാൽ നമ്മളൊക്കെ ജൂനിയർ ഇവരൊക്കെ റിട്ടയർ ചെയ്തോണ്ട് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം, ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് സർവീസിലിരിക്കുന്നവരോട് നമുക്ക് അത്ര ഇപ്പൊ ഇരിക്കുന്ന തീരെ യങ്ങാണ് നമ്മുടെയൊക്കെ ഒരു ഗ്രൂപ്പിൽ അവർ പെടത്തില്ല. അപ്പൊ നമുക്ക് 10-20 വർഷമായിട്ട് പരസ്പരം അറിയുന്നവരാണ്. അവര് വോളണ്ടിയർ ആയിട്ട് ഇങ്ങോട്ട് വരുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ അല്ല മാഡം, കുറച്ച് റിട്ടയർ ചെയ്യാത്തവര് അവിടെ ഉണ്ടാവുമ്പോൾ അവരിലൂടെ തന്നെ അതെ റൈറ്റ്, അത് തന്നെ, അത് കണ്ടിന്യൂ ചെയ്യും. ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് ഇവിടെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രസംഗ മത്സരമോ അങ്ങനെയൊന്നും ഇല്ല. നമ്മള് പരസ്പരം സംസാരിക്കുന്നു. വന്നിട്ടുണ്ട് ഇവർക്ക് തന്നെ, അല്ലെങ്കിൽ ചന്ദ്ര സാറ്, പിന്നെ ചന്ദ്രസേനൻ സാറ്, ഇവർക്ക് 2-3 വർഷമായിട്ടെങ്കിലും കാണാതിരിക്കുന്നവരെ കണ്ടു കാണുന്നത് നിങ്ങൾ. അപ്പൊ അത് അങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടാക്കാം. അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാവർക്കും ഈ 2 മണിക്കൂർ സന്തോഷപ്രദമായി